വിഭജനം കൊണ്ട് മുറിവേറ്റ രണ്ട് രാജ്യങ്ങൾ കളിക്കളത്തിലെ അവരുടെ നേർക്കുനേർ പോരാട്ടങ്ങൾ എന്നും വെറും കളിയായിരുന്നില്ല. തലച്ചോറിനേക്കാൾ ഹൃദയം കൊണ്ടാണ് അവരെന്നും ഓരോ കളികളെയും സമീപിച്ചത്. തോൽവി മരണതുല്യമായിരുന്നു അവർക്കെന്നും. അത്തരമുള്ള മുറവിളികൾക്ക് നടുവിലായിരുന്നു അവരെന്നും കളിച്ചിരുന്നത്. ഇറ്റ്സ് ജസ്റ്റ് ആൻ അനദർ ഗെയിം എന്ന് വെറുതെ പറയുമെങ്കിലും അത് അങ്ങനെയല്ലെന്ന് ഓരോരുത്തർക്കും നിശ്ചയമുണ്ട്. 2008 മുംബൈ ഭീകരാക്രമണത്തിന് പിന്നാലെ ICCയും ACCയും ഒരുക്കുന്ന വേദികളിലെ അവരിപ്പോൾ മുഖാമുഖം എത്തുന്നുള്ളൂ. പഹൽഗാം ഭീകരാക്രമണത്തോടെ കൈകൊടുക്കാനും മുഖം കൊടുക്കാനും പോലും ഒരുമ്പെടുന്നില്ല കളിക്കാർ. വലിയൊരു പൊട്ടിത്തെറിക്കും അനിശ്ചിതത്വങ്ങൾക്കും ശേഷമാണ് കൊളംബോയിലെ ഈ ക്ലാസിക് പോരിന് കളമൊരുക്കുന്നത്. പ്രിയ പ്രേക്ഷകർക്ക് ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തോടനുബന്ധിച്ചുള്ള വേൾഡ് കപ്പ് സ്പെഷ്യൽ ഷോ പവർ പ്ലേയിലേക്ക് സ്വാഗതം. ടോസിന്റെ സമയമായിരിക്കുകയാണ്. എല്ലാവരും കാത്തിരിക്കുന്നു ആർക്കാണ് ടോസ്. ഇരു ക്യാപ്റ്റന്മാരും ഇപ്പോൾ കൊളംബോയിലെ ആ സ്റ്റേഡിയത്തിൽ, പ്രേമദേശ സ്റ്റേഡിയത്തിൽ ടോസിനായി മാച്ച് റഫറിക്കൊപ്പം എത്തിയതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്, ഒപ്പം തന്നെ പാക് നായകൻ സൽമാൻ അലി ആഗ. സൂര്യകുമാർ ആയിരിക്കും കോയിൻ സ്പിൻ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ കമന്റേറ്റർ ഇരുവരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. ആർക്കായിരിക്കും ടോസ് ഈ മത്സരത്തിൽ അങ്ങേയറ്റം നിർണായകമാകും എന്നാണ് റിപ്പോർട്ടുകൾ. പ്രത്യേകിച്ച് സ്പിന്നിന് തുടക്കുന്ന പിച്ചിൽ എന്തായിരിക്കും എടുക്കുന്ന തീരുമാനം, അത് അങ്ങേയറ്റം നിർണായകമാകും. അതുകൊണ്ട് ടോസ്, പ്രത്യേകിച്ച് മഴയുടെ ചില ഭീഷണികളുണ്ട്, അതുകൊണ്ട് അക്കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ടോസ് അങ്ങേയറ്റം നിർണായകമായിരിക്കും. ടോസ് ആർക്ക് എന്നുള്ള വലിയ കൗതുകമുണ്ട്. അതിനപ്പുറം ഏറ്റവും വലിയ കാര്യം, ഈ മത്സരത്തിൽ ഇന്ത്യ പാക് നായകന്മാർ തമ്മിൽ കൈകൊടുക്കുമോ എന്നുള്ളതാണ്. ഏഷ്യ കപ്പിൽ ഇരു നായകന്മാരും കൈകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഇന്ത്യ ഹസ്തദാനത്തിന് ഒരുങ്ങിയിരുന്നില്ല. മത്സരശേഷവും അത് കണ്ടിട്ടില്ല. പക്ഷേ ഇന്നലെ സൂര്യകുമാർ യാദവ് പറഞ്ഞത് ടോസ് സമയത്ത് കാണാം, 24 മണിക്കൂർ കാത്തിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ടോസ് സൂര്യകുമാർ യാദവ് കോയിൻ സ്പിൻ ചെയ്തിരിക്കുകയാണ്. ആർക്കായിരിക്കും ടോസ് എന്നുള്ളത് വലിയൊരു ആകാംക്ഷയുണ്ട്. അത് വലിയ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നു ഇന്ത്യ. ടോസ് പാകിസ്ഥാനാണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പാക് നായകൻ സൽമാൻ അലി ആഗ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് വലിയ ആകാംക്ഷയുണ്ട്. ഒരുപക്ഷെ ഇന്ത്യക്ക് ബാറ്റിങ്ങിന് അയച്ചാലും ബൗളിങ്ങിന് അയച്ചാലും പാകിസ്ഥാന് വലിയ വെല്ലുവിളിയാകും. പക്ഷേ പിച്ചിലെ ഈ ഒരു പരിശോധിച്ച് എങ്ങനെയായിരിക്കും തീരുമാനം എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ പാകിസ്ഥാൻ ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുന്നിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്ത്യ ബാറ്റ് ചെയ്യും. ഇന്ത്യ ആദ്യം കളത്തിലെത്തും. ഇന്ത്യ ബാറ്റ് ചെയ്യുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പാകിസ്ഥാൻ കഴിഞ്ഞ മത്സരത്തിൽ തന്നെ സ്പിന്നർമാരെയാണ് കൂടുതലായി ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ 5 സ്പിന്നർമാരും ഒരു പേസറും ഒക്കെ എന്നുള്ള ആ സ്ട്രാറ്റജിയാണ് ഉപയോഗിച്ചത്. അപ്പോൾ ഇന്ത്യയുടെ വെടിക്കെട്ട് ബാറ്റർമാരെ, ലോകത്തിലെ തന്നെ നമ്പർ 1 ബാറ്ററായ അഭിഷേക് ശർമ്മയുടെ ഉൾപ്പെടെയുള്ളവരെ പിടിച്ചു കെട്ടാൻ പാകിസ്ഥാന്റെ സ്പിന്നർമാർക്കാകുമോ? ഇന്ത്യയെ എത്ര കുറഞ്ഞ സ്കോറിൽ എറിഞ്ഞിടും എന്നൊക്കെ തന്നെയായിരിക്കും പാകിസ്ഥാൻ നായകൻ അത്തരമൊരു ചിന്ത കൂടിയായിരിക്കും ഇന്നത്തെ മത്സരത്തിൽ ഇപ്പോൾ ഫീൽഡിംഗ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് എന്തായിരിക്കും ഇതിനുള്ള മറുപടി, അദ്ദേഹം എന്ത് തീരുമാനിക്കുമെന്നുള്ളതും വളരെ കൗതുകമുണ്ട്. എന്തായാലും ക്രിക്കറ്റ് ആരാധകർ, ഇന്ത്യൻ ആരാധകർ ഒരുപക്ഷെ ആഗ്രഹിക്കുന്നുണ്ടാവുക ഇന്ത്യയുടെ ബാറ്റിംഗ് ആദ്യം കാണാനും വലിയൊരു സ്കോർ ബോർഡിലേക്ക് എത്തുന്നത് തന്നെയാണ്. അഭിഷേക് ശർമ്മയുടെ ഉജ്ജ്വല ബാറ്റിംഗ് പ്രകടനം തന്നെയാണ് സമീപകാലത്ത് ഇന്ത്യക്ക് വലിയ വലിയ സ്കോറുകൾ സമ്മാനിച്ചത്. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ അഭിഷേകിന് കളിക്കാൻ സാധിച്ചിരുന്നില്ല. അസുഖബാധിതനായി അദ്ദേഹം പുറത്തായിരുന്നു. പകരം നമ്മുടെ സഞ്ജു സാംസണാണ് കളിച്ചിരുന്നത്. അതും മറ്റൊരു കൗതുകമുണ്ടാക്കുന്ന കാര്യമാണ്. ഇന്നത്തെ പ്ലേയിങ് 11-ൽ നമ്മുടെ സഞ്ജുവിന് ബാറ്റിങ്ങിന് അവസരം കിട്ടുമോ, സഞ്ജു ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്നു കാണുകയാണ്. അഭിഷേകിന്റെ തിരിച്ചുവരവോടുകൂടി സഞ്ജു ഓപ്പണർ സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ടീം കോമ്പിനേഷൻ മറ്റെന്തെങ്കിലും ആയിരിക്കുമോ? പകരം അധികം സ്പിന്നറെ ഉൾപ്പെടുത്താൻ സഞ്ജുവിന് ഒരു അവസരം കൊടുക്കുമോ? മധ്യനിരയിൽ റിങ്കു സിംഗ് തുടർച്ചയായി പരാജയപ്പെടുന്നു. അങ്ങനെയെങ്കിൽ റിങ്കുവിന് പകരം എന്ത് സഞ്ജുവിനെ ടീമിലെടുക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അറിയേണ്ടിയിരിക്കുന്നു. പക്ഷേ ക്യാപ്റ്റൻ പറയുന്നത്, സൂര്യകുമാർ യാദവ് പറയുന്നത്, ഞങ്ങൾ ടോസ് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ ആദ്യം ബാറ്റ് ചെയ്യുമായിരുന്നു. അതൊരു സ്ട്രാറ്റജിയാണോ എന്ന് അറിയില്ല. പക്ഷേ കഴിഞ്ഞ 2 മത്സരങ്ങളിലും ഞങ്ങൾ ഡിഫെൻഡ് ചെയ്തു. ഈ മത്സരത്തിലും അത് തന്നെ ചെയ്യും എന്ന തരത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ആ തരത്തിൽ എന്തായിരിക്കും ഇനി ഇന്ത്യയുടെ പ്ലേയിങ് 11 ഏത് എന്നറിയാൻ വലിയ കൗതുകമുണ്ട്. അഭിഷേക് ശർമ്മ ടീമിലേക്ക് തിരിച്ചെത്തിയോ, ഒപ്പം തന്നെ സഞ്ജുവിന് ടീമിൽ സ്ഥാനമുണ്ടാകുമോ എന്നുള്ളതൊക്കെ തന്നെ വലിയ കൗതുകമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. പാകിസ്ഥാന്റെ പ്ലേയിങ് 11 വന്നിരിക്കുകയാണ്. സൈം അയ്യൂബ്, സാഹിബ് സാദ ഫർദാൻ, സൽമാൻ ആഗ, ഒപ്പം തന്നെ ബാബർ അസം, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരം മുൻ നായകൻ, ഒപ്പം തന്നെ മുഹമ്മദ് നവാസ്, ഷദബ് ഖാൻ, ഫരീം അഷ്റഫ്, ഉസ്മാൻ ഖാൻ, ഷഹീൻ ഷാ അഫ്രീദി, അബ്രാർ അഹമ്മദ്, ഉസ്മാൻ താരിഖ്. ഈ ഉസ്മാൻ താരിഖിനെ ആയിരിക്കും ഇന്ത്യൻ ബാറ്റർമാർ ഇന്ന് വലിയൊരു ശ്രദ്ധയോടുകൂടി കളിക്കേണ്ടത്. കാരണം തന്നെ അദ്ദേഹത്തിൻ്റെ അൺഓർത്തഡോക്സ് ആയിട്ടുള്ള ആ ബൗളിംഗ്, ആ ശൈലി അല്ലെങ്കിൽ ആക്ഷനെതിരെ ഇതിനോടകം തന്നെ ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും അടക്കമുള്ള പല ടീമുകളും പരാതി ഉന്നയിച്ചിരുന്നു. ഇന്ത്യയുടെ പ്ലേയിങ് 11 ഇതാണ്. അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ, തിലക് വർമ്മ, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ, ശിവം ദുബെ, റിങ്കു സിംഗ്,
അക്സർ പട്ടേൽ, കുൽദീപ് യാദവ്, വരുൺ ചക്രവർത്തി, ഹർദിക്, ജസ്പ്രീത് ബുംറ ഇന്ത്യയുടെ പ്ലേയിങ് 11 ഇതാണ്. മാറ്റം വന്നിരിക്കുന്നത് സഞ്ജുവിന് ടീമിൽ ഇടമില്ല എന്നുള്ളതാണ്. സഞ്ജു ടീമിൽ നിന്ന് പുറത്തു പോകും എന്നുള്ളത്, അല്ലെങ്കിൽ അഭിഷേകിന്റെ തിരിച്ചുവരവോടുകൂടി ആ മാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണ്. ഹർഷദീപിന് പകരം കുൽദീപ് യാദവിനെ എടുത്തതും ഒരു ശ്രദ്ധേയമായ തീരുമാനം തന്നെയാണ്. സ്പിന്നർമാരെ തുണയ്ക്കുന്ന പ്രേമദാസ സ്റ്റേഡിയത്തിലെ ഈ പിച്ചിൽ ഒരു അധിക സ്പിന്നർ എത്തുന്നത്, പ്രത്യേകിച്ച് ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ എത്തുന്നത് ഗുണം ചെയ്യും എന്ന് കരുതി തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ കുൽദീപ് യാദവിനെ തിരിച്ചു വിളിച്ചിരിക്കുന്നത്. ഒരു മിസ്റ്ററി സ്പിന്നർ, ഒരു ചൈനാമാൻ ബൗളറെ കൊണ്ടുവരുന്നതോടുകൂടി ഇന്ത്യ അതിൽ നിന്ന് നേട്ടമുണ്ടാക്കാം. പ്രത്യേകിച്ച് പാകിസ്ഥാൻ സ്പിൻ കെണിയൊരുക്കി ഇന്ത്യക്ക് വെല്ലുവിളിയാകാമെന്ന് കരുതുമ്പോൾ അതിന് മറുപടി കുൽദീപും വരുൺ ചക്രവർത്തിയും അടങ്ങുന്ന, അക്സർ പട്ടേലും അടങ്ങുന്ന നിര കൊണ്ട് മറുപടി കൊടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ്. ഒപ്പം തന്നെ ഇന്ത്യയുടെ അഭിഷേക് ശർമ്മ അടക്കമുള്ളവർ വേണമെങ്കിൽ ഒരു കൈ നോക്കാം എന്ന തരത്തിൽ സ്പിൻ ചെയ്യാൻ തക്കം, അല്ലെങ്കിൽ അത്തരം ചില ഓവറുകൾ എറിയാൻ തക്കം കഴിവുള്ളവർ തന്നെയാണ്. അതുകൊണ്ട് ഇന്ത്യ ഒരുങ്ങിയിറങ്ങുകയാണ്. പാകിസ്ഥാനെ വെല്ലുവിളിക്കാൻ പോകുന്നത് തന്നെയാണ് ഇന്ത്യ ഇരുന്നത്. നമുക്ക് അതിഥികൾ കൂടിയുണ്ട്. ആദ്യം അഞ്ജനയിലേക്കാണ്. കൊളംബോയിൽ നിന്നാണ് മാധ്യമപ്രവർത്തകയായ അഞ്ജന ചേരുന്നത്. അഞ്ജന, സ്വാഗതം. ഇപ്പോൾ ക്രിക്കറ്റ് പരിശീലകൻ പി ബാലചന്ദ്രൻ ചേരുന്നു. പി ബാലചന്ദ്രൻ, ടോസിനെ കുറിച്ച്, ടോസ് ഇന്ത്യക്ക് ആദ്യം ബാറ്റ് ചെയ്യേണ്ടത് ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളിയായി മാറുമോ? അങ്ങനെ ഒരു കാര്യം തീർച്ചയാണ്, ഈ ഒരു പിച്ചിൽ രണ്ട് ക്യാപ്റ്റന്മാരും, സൂര്യകുമാർ ടോസ് കഴിഞ്ഞപ്പോൾ പറഞ്ഞ കാര്യമൊക്കെ ശരി തന്നെ, രണ്ട് ക്യാപ്റ്റന്മാരും ടോസ് നഷ്ടപ്പെടാനായിരിക്കും ആഗ്രഹിച്ചിരുന്നത് എന്നുള്ളതിന് സംശയമില്ല. ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓവർ ഇടയ്ക്ക് വെച്ച് റെഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമിനാണ് എപ്പോഴും അഡ്വാൻറ്റേജ്. അതേസമയം തന്നെ ഈ പ്രേമദാസ ഗ്രൗണ്ടിലെ പിച്ചിൻ്റെ സ്വഭാവം അനുസരിച്ച് പിന്നീട് രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന സമയത്ത് പിച്ചിൻ്റെ സ്വഭാവം അനുസരിച്ച് ബൗൾ ചെയ്യാൻ സ്പിന്നർമാർക്ക് കൂടുതൽ ഒരു സ്വാതന്ത്ര്യം കിട്ടും എന്നുള്ള ഒരു ഭാഗം കൂടെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ടോസ് വിൻ ചെയ്താൽ ബാറ്റ് ചെയ്തേനെ എന്നുള്ള സൂര്യകുമാറിൻ്റെ ഒരു പ്രഖ്യാപനം എനിക്ക് തോന്നുന്നു ടോസിന് ശേഷമുള്ള ഒരു കമൻറ്റ് മാത്രമായിട്ട് കണ്ടാൽ മതി. പിന്നെ ബാറ്റിങ്ങിനെ സംബന്ധിച്ചാണെങ്കിലും ഇന്ത്യക്ക് ഇത്തവണ വേണ്ടി ഒരു പാകിസ്ഥാൻ്റെ ഇതുവരെയുള്ളൊരു ട്രഡീഷണലി അവരെന്നും ഫാസ്റ്റ് ബോളേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് അവർ നമ്മളായിട്ട് കളിച്ചുകൊണ്ടിരുന്നത്. ഇത്തവണ ആദ്യമായിട്ട് സ്പിൻ ശക്തിയാണ് പാകിസ്ഥാനെ തുണയ്ക്കാൻ പോകുന്നത്. അഫ്രീദിയും അതുപോലെ നസീം ഷാ അല്ലാതെ മറ്റുള്ള സ്പിന്നേഴ്സ്, പാർട്ട് ടൈം സ്പിന്നേഴ്സ് ഉണ്ട്, അല്ലാതെ റെഗുലർ സ്പിന്നേഴ്സിൽ തന്നെ ഇപ്പോൾ ഉസ്മാൻ താരിഖ് ആണെങ്കിലും ആയൂബ് ആണെങ്കിലും അവരെല്ലാവരും വളരെ വ്യത്യസ്ത രീതിയിൽ ബോൾ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവരുടെ ആ ഒരു അപ്പർ ഹാൻഡ് കൊടുക്കാതെ നമ്മുടെ തുടക്കത്തിൽ തന്നെ ഇഷാൻ കിഷൻ വളരെ ഫോമിലാണ്. അതോടൊപ്പം അഭിഷേക് ശർമ്മയും മികച്ച രീതിയിൽ ബാറ്റിംഗ് ഒരു സ്റ്റാർട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് ഡെപ്ത് അനുസരിച്ച് നോക്കിയാൽ ഒരു നല്ല സ്കോർ സെറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും സാധിക്കും. അത് നടക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.